ഹായ്, ഞാൻ നിൽജ. റേഡിയോ മിർച്ചി 98.3 FM ഇപ്പൊ എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാണെന്ന് അറിയണ്ടേ? ഈ ഒരു വർഷം മുഴുവൻ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്ന ഭക്ഷ്യസാധനങ്ങളിൽ വിഷമൊന്നുമില്ലാതെ ഇരിക്കാൻ, കീടനാശിനികളുടെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കാൻ വേണ്ടി അത്യന്തം പ്രയത്നിച്ച മിടുമിടുക്കിയായ ധൈര്യശാലിയായ IAS ഓഫീസറാണ് അനുപമ IAS, ഫുഡ് സേഫ്റ്റി കമ്മീഷണർ. മാം, ആദ്യം തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഒരു സ്ഥാപനത്തിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിർബന്ധമായിട്ട് ഫുഡ് സേഫ്റ്റി ലൈസൻസും പിന്നെ ടോൾ ഫ്രീ നമ്പർ 1800-425-1125 ഈ ടോൾ ഫ്രീ നമ്പർ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് കമ്പൽസറിയാണ്. അപ്പോൾ ഒരുപാട് പേര് അത് ഡിസ്പ്ലേ ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇൻസ്പെക്ഷൻ പോകുന്ന സമയത്ത് കാണുന്ന സ്ഥാപനങ്ങളെ നമ്മൾ ആക്ഷൻ എടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ പബ്ലിക്കിനൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കുറച്ചധികം പേരെ കൂടെ ഈ ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ബേസിക് ആയിട്ട് നോക്കേണ്ടത്. പിന്നെ സെപ്പറേറ്റ് ഡൈനിങ് ഏരിയ, കുക്കിംഗ് ഏരിയ, വാഷിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ ഇതൊക്കെ നമ്മളൊന്ന് നോട്ടീസ് ചെയ്താൽ നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇതില്ല, പിന്നെ യാതൊരു തരത്തിലുള്ള മെനു ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ജനറൽ ക്ലീൻലിനെസ്, അതായത് ഇപ്പോൾ ഫർണിച്ചറും പാത്രങ്ങളൊന്നും പൊട്ടിയിട്ടൊന്നും ഇരിക്കാൻ പാടില്ല, കുറച്ച് അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിക്കണം. പിന്നെ ഫ്ലൈസ് അങ്ങനെയുള്ളതൊന്നും പാടില്ല. അതെല്ലാം ബേസിക് ഫുഡ് സേഫ്റ്റി നോമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം വയലേഷൻ ജനങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് ഞങ്ങൾ അറിയിക്കാൻ പറ്റും. താങ്ക് യു മാം. അപ്പൊ മനസ്സിലായല്ലോ, ഒരു ടിപ്പ് കയ്യിൽ കിട്ടിയല്ലോ. ഇനിയിപ്പോ കഴിക്കാൻ പോകുമ്പോ വെറുതെ വാരി വലിച്ച് കഴിച്ചാൽ മാത്രം പോരാ, മൊത്തത്തിലൊന്ന് ശ്രദ്ധിക്കണം. കൂടുതൽ വിശേഷങ്ങൾ റേഡിയോ മിർച്ചി 98.3 FM. സംഗതി ഹോട്ടാണ്.